ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫെർട്ടിലിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണിലുള്ള ഓൾ ബട്ടൺ കൂടെ ഇനേബിൾ ആക്കിയാൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മിസ്സാവാതെ എത്തുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പീരിയഡ്സ് എല്ലാം റെഗുലറായിട്ടും ഗർഭധാരണം നടക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പലരും സ്ഥിരമായിട്ട് പറയുന്ന, വളരെ വിഷമത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പീരിയഡ്സ് എല്ലാം റെഗുലറാണ്, ഞാൻ ഒരുപാട് നാളായിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് പീരിയഡ്സ് എല്ലാം റെഗുലർ ആയവർക്ക് കൂടെ പ്രഗ്നൻ്റ് ആവാൻ സാധിക്കാത്തത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഗർഭധാരണം നടക്കണമെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു അണ്ടവും ക്വാളിറ്റി ഉള്ളൊരു ബീജവും വളരെ അത്യാവശ്യമാണ്. അതുമാത്രം പോരാ, സ്ത്രീയുടെ ഓവുലേഷൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കി സ്ത്രീയും പുരുഷനും പരസ്പരം ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴാണ് അവിടെ ഗർഭധാരണ ശേഷി വർദ്ധിക്കുന്നത്. ഇതുപോലെ ചില സാഹചര്യങ്ങളിൽ പീരിയഡ്സ് എല്ലാം റെഗുലർ ആയിരിക്കാം, പക്ഷേ അവരിൽ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ ഓവുലേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്നു. ഓവുലേഷൻ നടന്നാൽ മാത്രമാണ് അവിടെ ഒരു അണ്ടം പുറന്തള്ളപ്പെടുന്നുള്ളൂ. ഈ ഒരു പുറന്തള്ളപ്പെടുന്ന അണ്ടം പുരുഷന്മാരുടെ ബീജവുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് ബീജസങ്കലനം നടന്നതിന് ശേഷം അവിടെ ഗർഭധാരണ സാധ്യമാകുന്നുള്ളൂ. അപ്പോൾ ഓവുലേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഗർഭധാരണ ശേഷി കുറക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തൊരു കാരണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഓവുലേഷൻ നടന്നതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. പകരം ഈ ഒരു ഓവുലേഷൻ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ഒരു അണ്ടത്തിന് വേണ്ടത്ര ക്വാളിറ്റി വളരെ അത്യാവശ്യമാണ്. ഈ ഒരു അണ്ടം ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രഗ്നൻസി അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഇനി എങ്ങാനും മിസ്റ്റേക്കൺലി പ്രഗ്നൻ്റ് ആയാൽ പോലും ആ ഒരു അണ്ടത്തിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസി അധിക നാൾ നീണ്ടുപോകില്ല. നമുക്കത് അബോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത അണ്ടമാണ് നിങ്ങളിൽ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്നു. അവരിലും പീരിയഡ്സ് എല്ലാം റെഗുലറാണ്, പക്ഷേ പീരിയഡ്സ് റെഗുലറായിട്ടും ഓവുലേഷൻ നടന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ ഒരു അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടാവുക തന്നെ വേണം. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ യൂട്രസിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ, അതായത് പീരിയഡ്സ് റെഗുലർ ആയിരിക്കും പക്ഷേ അവരുടെ യൂട്രസിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്നു. യൂട്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷി ഒന്ന് കുറക്കുന്നു. അതാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളിലെ ഓവർ സ്ട്രെസ്സാണ്. നിങ്ങളിൽ സ്ട്രെസ്സ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുന്നു. അതുപോലെ ഓവുലേഷൻ നടന്നതിന് ശേഷമുള്ള ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് ഹോർമോൺസിൻ്റെ എല്ലാം പ്രവർത്തനം കൂടുന്നു. പകരം നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു സ്ട്രെസ് ഹോർമോൺസ് തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളിലെ സ്ട്രെസ്സ് പീരിയഡ്സ് റെഗുലർ ആണെങ്കിൽ പോലും നിങ്ങളിലെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അഞ്ചാമതായിട്ട് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര പോഷകങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലാണ്. നിങ്ങളുടെ ശരീരത്തിന് പോഷകങ്ങളുടെ കുറവ് അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ഡെഫിനറ്റ്ലി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പീരിയഡ്സ് റെഗുലർ ആണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ പോഷകങ്ങളുടെ കുറവ് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ എൻഡോമെട്രിയം ലൈനിങ് ഇല്ലേ, ആ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന് വേണ്ടത്ര തിക്നെസ് ഇല്ലാത്തത്. എല്ലാവർക്കും അറിയാമല്ലോ, പീരിയഡ്സിൻ്റെ ബ്ലഡിൻ്റെ കൂടെ ഈ ഒരു എല്ലാ മാസവും എൻഡോമെട്രിയം ലൈനിങ്ങും ഷെഡായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന് വേണ്ടത്ര തിക്നെസ് ഇല്ല, ആ ഒരു ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരാനുള്ള തിക്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ
അത് നിങ്ങളിൽ ഗർഭധാരണ ശേഷി കുറക്കുന്നു, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറക്കുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പോൾ പീരിയഡ്സ് റെഗുലർ ആയിരിക്കും, പക്ഷേ നിങ്ങളിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ആവശ്യത്തിനുള്ള തിക്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസിനെ ഒന്ന് കുറക്കുന്നു. 7ാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്യൂബിന് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്നു. അതായത് ഈ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ട്യൂബിലൂടെ സഞ്ചരിച്ചിട്ടാണ് യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എഗ്ഗും സ്പേമും സഞ്ചരിക്കുന്ന ആ ഒരു ട്യൂബിന് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ ബ്ലോക്കേജ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ട്യൂബിൽ പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ട്യൂബിനുണ്ടാകുന്ന ബ്ലോക്കേജും നിങ്ങളിൽ ഗർഭധാരണ ശേഷിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അവരിലും പീരിയഡ്സ് റെഗുലർ ആയിരിക്കും, പക്ഷേ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കാം. അടുത്തൊരു കാര്യം അല്ലെങ്കിൽ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സർവിക്കൽ മ്യൂക്കസിൻ്റെ അഭാവമാണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്. നിങ്ങളിൽ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ആവശ്യത്തിന് സർവിക്കൽ മ്യൂക്കസ് വേണം എന്നുള്ളത്. അതായത് ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർവിക്കൽ മ്യൂക്കസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗർഭധാരണ ശേഷി അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസിനെ കുറക്കുന്നു. ഈ ഒരു സർവിക്കൽ മ്യൂക്കസ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്പേമിന് ട്രാവൽ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവിടെ ഉള്ള ആ ഒരു അണ്ടവുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേമിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സർവിക്കൽ മ്യൂക്കസ് വളരെ അത്യാവശ്യമാണ്. ഓവുലേഷൻ സമയങ്ങളിൽ നമുക്ക് വേണ്ടത്ര സർവിക്കൽ മ്യൂക്കസ് ഇല്ല എന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ഗർഭധാരണ ശേഷിയെ ബാധിക്കാം. അവരിലും ഇതുപോലെ പീരിയഡ്സ് റെഗുലർ ആണ്, പക്ഷേ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവരറിയാതെ പോകുന്നു അവർക്ക് സർവിക്കൽ മ്യൂക്കസിൽ കുറവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് പീരിയഡ്സ് റെഗുലർ ആയവരിലും ഗർഭധാരണം വൈകിപ്പിക്കുന്നത്. ഇതിൽ മെജോറിറ്റി കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ അണ്ടത്തിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വേണ്ടത്ര വ്യായാമങ്ങളെല്ലാം ചെയ്ത് ആൽക്കഹോൾ കണ്ടൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതുപോലെ കഫെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അണ്ടത്തിനെല്ലാം ക്വാളിറ്റി ഒന്ന് കൂട്ടാൻ സാധിക്കുന്നു. അതുപോലെ ഇതിലുള്ള ഒട്ടുമിക്ക എല്ലാ കാരണങ്ങളും നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നാച്ചുറലി ആരെങ്കിലും ഇതുപോലെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഒരു 6 മാസമായിട്ട് ട്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പീരിയഡ്സ് റെഗുലർ ആണ്, എന്നിട്ട് 6 മാസമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുക. പീരിയഡ്സ് റെഗുലർ ആണ് എന്ന് കരുതി നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളിൽ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുകയും നിങ്ങൾക്ക് വേണ്ടത്ര സർവിക്കൽ മ്യൂക്കസ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വെള്ളം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഫെർട്ടിലിറ്റി യോഗകൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെയുള്ള ഫെർട്ടിലിറ്റി ഇഷ്യൂസ് എല്ലാം മാറുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. അവർ പറയുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ എൻ്റെ പീരിയഡ്സ് എല്ലാം റെഗുലർ ആണ് എന്ന് കരുതി ഞാൻ പ്രഗ്നൻ്റ് ആകും എന്ന് കരുതിയിട്ട് നിങ്ങളിരിക്കരുത്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ പ്രഗ്നൻസിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.